ഒരു കാലത്തിൽ ഞാനിതിനെ ഒരു ത്രികോണ മത്സരമായിട്ട് കണ്ടു. എനിക്ക് പനിയൻ രവീന്ദ്രന് നല്ല ബഹുമാനമുണ്ട്. ഇവിടെ ഒരു ജനകീയ നേതാവായിട്ട് നിങ്ങൾക്കറിയാം, മതി 2 ലക്ഷം വോട്ടിംഗ് കാർഡ് കൂടുതൽ എടുത്ത മനുഷ്യനാണ്. പക്ഷേ നേരത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നമ്മളുടെ സീരിയസ് വെല്ലുവിളി വരുന്നത് BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, സുരേഷ് ഗോപിക്ക് ഒരു ഗുണം അവിടെ ഉണ്ടായിരുന്നത്, അദ്ദേഹം നമ്മുടെ ഹിന്ദു സമുദായത്തെ മാത്രമല്ല മറ്റേവർക്കും ഒരു അപ്പീൽ ചെയ്യാൻ ശ്രമിച്ചു. അത് എത്രത്തോളം തിരുവനന്തപുരത്ത് ഇവർ ശ്രമിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളുടെ രാജ്യത്തിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് ആർക്കെങ്കിലും മത്സരിച്ച് ജയിക്കണമെന്നുണ്ടെങ്കിൽ അത് വർഗീയതയുടെ അടിസ്ഥാനത്തിലാവാൻ സാധിക്കില്ല. സുരേഷ് ഗോപി അതാണ് ഇന്നും കൂടി തെളിച്ചത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ചില പാഠങ്ങൾ മറ്റേവർക്കും പഠിക്കാനുണ്ട്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.